ഹലോ, ഹായ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദ ലിവി സ്പേസ് ഓഫ് ഹാപ്പിനെസ്. അപ്പോൾ ചുണ്ടിലൊരു പുഞ്ചിരിയുമായി ഇന്നത്തെ ദിവസം നമുക്ക് തുടങ്ങാം. അപ്പം ഞാൻ ഇന്ന് കുറച്ച് എക്സൈറ്റ്മെൻറ്റും കുറച്ച് സന്തോഷത്തിലുമാണ്. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലത്താണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സന്തോഷം. എവിടെയാണെന്നല്ലേ, നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പൻ്റെ നാട് ഗുരുവായൂർ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഇല്ലാത്തൊരു എനർജി നമുക്ക് എവിടുന്നോ വരും. ആ ഒരു ഫീലാണ് അല്ലേ. ഭയങ്കര സന്തോഷമായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക്. പക്ഷെ തിരിച്ചു പോകുമ്പോൾ അതിലേറെ സങ്കടം. അതിനെയല്ല എല്ലാവർക്കും. അപ്പോൾ ഇന്ന് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം അല്ലേ. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഒരുപാട് പേര് ചെയ്തിട്ടും ഉണ്ടാവും. ഗുരുവായൂർ വന്ന് എല്ലാവരും ഗുരുവായൂർ നാട് എല്ലാം ഒരുപാട് വ്ളോഗ്സ് ഉണ്ടാവും. പക്ഷെ എന്നാൽ എൻ്റെ കൂടെ ആദ്യമല്ലേ, അപ്പം ഇന്ന് എൻ്റെ കൂടെയും കൂടി ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് നമുക്കൊന്ന് പോയാലോ അല്ലേ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഒന്ന് പ്രസ് ചെയ്ത് ഓടെന്ന് കൊടുത്ത് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം അല്ലേ. അപ്പം ഞങ്ങൾ റൂം എടുത്തിരിക്കുന്നത് ഗുരുവായൂർ പടിഞ്ഞാറേ നടയിലുള്ള മുരളി ഹോട്ടൽസിലാണ്. അത്യാവശ്യം നല്ല ആംബിയൻസും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുമാണ് നമുക്കവിടെ റൂം അവൈലബിൾ ആയിട്ടുള്ളത്. പ്രീ ബുക്കിംഗ് ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അമ്പലത്തിന് പടിഞ്ഞാറേ നടയ്ക്ക് തൊട്ടടുത്തായതുകൊണ്ട് നമുക്ക് തൊഴാൻ പോകാനും വളരെ സൗകര്യമാണ്. അപ്പോൾ ഞങ്ങളിവിടെ റൂം എടുത്ത് ഒന്ന് ഫ്രഷൊക്കെ ആയി നമ്മൾ തൊഴാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പം വരുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫ്രഷായി പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ ഹോട്ടലിൽ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ ഇതാ ഗുരുവായൂരപ്പന് ചാർത്താൻ വേണ്ടി തുളസിമാല, താമരമുട്ട്, കദളിപ്പഴം, നെയ്യ്, അങ്ങനെ ഭഗവാന് ചാർത്താനുള്ള എല്ലാ പൂജാ സാധനങ്ങളും നമുക്ക് അവിടെ തന്നെ കിട്ടും കേട്ടോ. ഞാൻ തലയിൽ ചൂടാൻ ഇത്തിരി മുല്ലപ്പൂവും പിന്നെ ഭഗവാന് ചാർത്താൻ ഒരു തുളസി മാലയും വാങ്ങിയിട്ടാണ് കേട്ടോ പോയത്. വഴിയരികിലെല്ലാം ഒരുപാട് കച്ചവടങ്ങൾ കാണാം. നമുക്ക് കണ്ണിന് കുളിർമ തരുന്ന ഒരുപാട് കാഴ്ചകൾ, ഭഗവാന്റെ വിഗ്രഹങ്ങളും വിളക്ക് എന്ന് വേണ്ട ഒരു വീട്ടിലേക്ക് നമുക്ക് അലങ്കരിക്കേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടും. ഇതൊക്കെ ബ്രാസിൽ ചെയ്തെടുത്തതാണ് കേട്ടോ. അത് അത്രയും ഭംഗി അത് കാണാൻ. അങ്ങനെ ഞങ്ങൾ പടിഞ്ഞാറേ നടയിലോട്ട് ഇതാ എത്തി. ഭഗവാന്റെ മുന്നിലേക്ക് ഉള്ളിലേക്ക് ശ്രീകോവിലിനകത്ത് കടക്കണമെങ്കിൽ ആരും ഫോണും സ്മാർട്ട് വാച്ച് ഇതൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അതിനുള്ളിൽ അനുവദിക്കുന്നതല്ല കേട്ടോ. അങ്ങനെ ഇതാ എത്ര നടന്നിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് എത്തുന്നില്ല എന്നൊരു ഫീല് തോന്നും. അതങ്ങനെയാണല്ലോ, നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാൾ അവിടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ. കൺകുളിർക്കെ അവിടെ എല്ലാം ഒന്ന് നോക്കിക്കണ്ടു. വർഷത്തിലൊരു തവണയെല്ലാമാണ് ഞാൻ ഈ ഗുരുവായൂർ അമ്പലനടയിൽ വരാറ്. അപ്പോൾ എല്ലാം ഒന്ന് കൺകുളിർക്കെ അതെല്ലാം അവിടെ അങ്ങനെ തന്നെയാണോ എന്ന് ഒന്ന് നോക്കി, ഭഗവാനെ ഒന്ന് നോക്കി, ഒന്ന് ദൂരത്ത് നിന്നായാലും ഒന്ന് കണ്ണടച്ച് ഒന്ന് ഭഗവാനെ ഒന്ന് ഉള്ളുരുകി വിളിച്ചു. അപ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറമാണ് കേട്ടോ. നമുക്കെന്തോ ഒരു ഉഷാറ് വന്ന പോലെ തോന്നും. അങ്ങനെ നമ്മൾ കിഴക്കേ നടയിലോട്ട് പോവുകയാണ്. ശ്രീകോവിലിനുള്ളിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ കിഴക്കേ നട വഴി വേണമല്ലോ കയറാൻ. അപ്പം അങ്ങോട്ട് പോകുന്ന വഴിയാണിത്. നല്ല തിരക്കായിരുന്നു ഞങ്ങൾ പോയ ദിവസം. ഒരുപാട് കല്യാണങ്ങളുള്ള ദിവസമായിരുന്നു കേട്ടോ. നല്ല തിരക്ക്. അതിനിടയിൽ കുട്ടികളുടെ അരങ്ങേറ്റവും ഉണ്ടായിരുന്നു. അതിനുള്ള തിരക്ക് വേറെയും. അങ്ങനെ എങ്ങനെയൊക്കെയോ ആ തിരക്കിനിടയിൽ നുഴഞ്ഞ് കയറി എന്ന് തന്നെ പറയാം. പോകുന്ന വഴിക്ക് കണ്ടോ, അരങ്ങേറ്റത്തിനായി കുട്ടികളെല്ലാം റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അത് കല്യാണ പാർട്ടികളാണ് ഒരുപാട്. ഒരു വഴിക്ക് കല്യാണ പാർട്ടികൾ, ഒരു വഴിക്ക് ഭഗവാനെ തൊഴാനുള്ള ആളുകൾ. നല്ല തിരക്കാണ് കണ്ടോ. മണ്ഡപത്തിന് മുന്നേ എല്ലാം ആ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്കൊന്ന് കാണാൻ തന്നെ വളരെ ബുദ്ധിമുട്ടും പ്രയാസമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഒന്ന് പുറത്തുനിന്ന് തൊഴുതിട്ടേ ഉള്ളൂ, ഉള്ളിൽ കയറാനുള്ള പറ്റിയിട്ടില്ല, അത്രയും തിരക്കായതിനാൽ. അങ്ങനെ രാവിലെ ഇറങ്ങിയതുകൊണ്ട് ചായ ഒന്നും കുടിക്കാത്തതുകൊണ്ട് നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാമെന്നുള്ള രീതിയിൽ ഒരു ഹോട്ടലിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് മക്കൾസെല്ലാം ഓരോ കടകൾ കാണുമ്പം അങ്ങോട്ടേക്കും സൈഡ് വരിഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ കയറി മസാല ദോശ ഓർഡർ ചെയ്ത് കേട്ടോ. അങ്ങനെ മക്കളും ഞാനും അച്ഛനും അമ്മയും എല്ലാം ഭക്ഷണമെല്ലാം കഴിച്ചു. എല്ലാവരും നല്ല ഹാപ്പിയാണ്. ഗുരുവായൂരാണല്ലോ, അപ്പോൾ എന്തായാലും അങ്ങനെ ആയിരിക്കുമല്ലോ. പുറത്തോട്ട് ഇറങ്ങി. പിന്നെ അമ്പലനടയിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് എൻ്റെ ഒരു ഫോട്ടോസും 2-3 വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്തിരുന്നു. ഞങ്ങൾക്ക് അന്നൊരു കല്യാണവും അവിടെ ഉള്ളതിനാൽ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിലോട്ട് തന്നെ മടങ്ങിയിരുന്നു. പിന്നെ രാത്രിയാണ് മഞ്ജുളയിൽ പോയത്. ശരിക്കും നമ്മൾ ആദ്യം അവിടെ പോയിട്ടാണ് ഗുരുവായൂർ നമ്മൾ നടയിലോട്ട് പോകേണ്ടത്. പക്ഷേ ഞങ്ങൾ രാത്രിയാണ് പോയത് കേട്ടോ. രാത്രികാലങ്ങളിൽ ഗുരുവായൂർ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ.
നിറയെ ലൈറ്റ്സൊക്കെ ഓൺ ചെയ്ത് കച്ചവടക്കാരെ കടയിൽ നിന്നായാലും അമ്പലത്തിൽ നടപ്പന്തല്ലേ ആയാലും എല്ലാ ലൈറ്റ്സ് കൊണ്ട് അലങ്കരിച്ചിട്ട് കാണാൻ പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ നമ്മൾ നടന്ന് ഇപ്പം പുതിയ ഓഡിറ്റോറിയം ഒന്നുകൂടി ആക്കിയിട്ടുണ്ടായല്ലോ. മേൽപ്പത്തൂർ ഓഡിറ്റോറിയം കൂടാതെ ഇപ്പോൾ ഒരു പുതിയ ഓഡിറ്റോറിയം ഉണ്ട്, ശ്രീകൃഷ്ണ ഓഡിറ്റോറിയം. അവിടെ അരങ്ങേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ ഡാൻസ് എല്ലാം ഒരു പ്രത്യേക ഫീലാണ് ആ അരങ്ങേറ്റം കണ്ടിട്ട് ഒക്കെ ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത്. സമയം അരങ്ങേറ്റെല്ലാം കണ്ട് ഞങ്ങൾ നേരെ റൂമിലോട്ടുള്ള യാത്രയിലാണ്. വഴിയിൽ നിന്ന് പപ്പടക്കടയെല്ലാം കണ്ടു. ഗുരുവായൂർ പപ്പടം വളരെ ഫേമസ് ആണ്. പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇതാ ടോയ്സിൻ്റെ ഷോപ്പ്, അത് കണ്ടാൽ പിന്നെ അവരവിടെ നിന്ന് വരില്ലല്ലോ. ടോയ്സിൻ്റെ ഷോപ്പിൽ നിന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിരുന്നു കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒന്നാമത് ഗുരുവായൂർ നടയിൽ പോകുമ്പോൾ നമുക്ക് ഫോൺ അലൗഡല്ല. നടപ്പന്തലിൽ പോലും ഇപ്പോൾ വീഡിയോഗ്രാഫി നിരോധിച്ചിരിക്കുന്ന സമയമാണ്. എന്നാലും ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. ഇതാ ഈ കാണുന്ന കണ്ണിന് കുളിർമ തരുന്ന ഈ കാഴ്ചകൾ പോലെ തന്നെ ആവട്ടെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം. ഇതെല്ലാം നമുക്ക് നമ്മുടെ ലൈഫിൽ ഓർത്ത് വെക്കാനുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ലേ. അപ്പോൾ അതെല്ലാം ഇതേപോലെ വീഡിയോയിൽ കിടക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, എൻ്റെ ഒരു കുഞ്ഞു യാത്രാ വ്ലോഗ്. അപ്പോൾ അടുത്ത എൻ്റെ വീഡിയോയുമായി ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരേക്കും see you next time. Bye. Keep smiling.